സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്കെതിരെ നടപടിയുമായി ഇഡി 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന വലിയ വാർത്തയിലേക്കാണ്. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ജയസൂര്യ. കേസിൽ 2 തവണ ജയസൂര്യ ഇഡി ചോദ്യം ചെയ്തിരുന്നു. വളരെ പ്രധാനപ്പെട്ട വളരെ വലിയ വാർത്തയാണ് പുറത്തുവിടാനുള്ളത്. അതായത് വളരെ നിർണായകമായിട്ടുള്ള നീക്കം കൂടിയാണ് ഇപ്പോൾ ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ ജയസൂര്യയെ 2 തവണ ഇഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇഡി പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് തൃശൂർ കേന്ദ്രീകരിച്ച് നടന്നത്. ഈ സേവ് ബോക്സ് ലേലം ആപ്പാണ്. ആ ലേലം ആപ്പിന്റെ ഫ്രാഞ്ചൈസികൾ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള വലിയ തട്ടിപ്പാണ് തൃശൂർ സ്വദേശിയായ സ്വാദിഖ് റഹീം നടത്തിയിരുന്നത്. അതിൽ തന്നെ ഈ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസഡറായി ജയസൂര്യയ്ക്ക് കരാറുണ്ടായിരുന്നു. അങ്ങനെ കരാറുണ്ടായിരുന്നു എന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിലേക്ക് ജയസൂര്യയെ വിളിച്ചു വരുത്തി 2 തവണ ചോദ്യം ചെയ്തിരുന്നത്. അതിന് പിന്നാലെ അദ്ദേഹത്തിന് 1 തവണ കൂടി ഈ രേഖകൾ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നോട്ടീസ് നൽകുകയെല്ലാം ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇഡി കണ്ടെത്തിയിരുന്ന കാര്യം ഈ കരാറുണ്ടായിരുന്നു. അതായത് ബ്രാൻഡ് അംബാസഡറായിട്ട് ജയസൂര്യയ്ക്ക് കരാറുണ്ടായിരുന്നപ്പോൾ തന്നെ ഇതിന്റെ പ്രതിഫലം ജയസൂര്യ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ലക്ഷങ്ങൾ പ്രതിഫലമായി വാങ്ങി എന്നുള്ളൊരു നിഗമനത്തിലേക്ക് കൃത്യം നടന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. അത് ആർക്കൊക്കെയാണ് ആ പണം ലഭിച്ചത് എന്നുള്ളതാണ്. ഇവിടെ സ്വാദിഖ് റഹീം എന്ന തൃശൂർ സ്വദേശിയാണ് വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അയാൾ കോടികളാണ് തട്ടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ തട്ടിയെടുത്തപ്പോൾ തന്നെ ഒരു തുക ജയസൂര്യയ്ക്ക് കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ജയസൂര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട പണം, ഈ കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണം ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഇഡി സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങിയെന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജയസൂര്യയുടെ പേരിലുള്ള 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. നേരത്തെ ജയസൂര്യ മാത്രമല്ല, ജയസൂര്യയുടെ ഭാര്യയായ സരിതയെയും കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. സ്വാദിഖ് റഹീം ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഒരു താരം ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കും. കാരണം അവർക്ക് സമൂഹത്തിലുള്ള വില അത്രമേല് വലുതാണ്. എന്നാൽ ആ വിശ്വാസം മുതലെടുത്ത് ചിലർ തട്ടിപ്പ് നടത്തിയാലോ? നടൻ ജയസൂര്യ ഇപ്പോൾ അത്തരം ഒരു കുരുക്കിലാണ് പെട്ടിരിക്കുന്നത്. സേവ് ബോക്സ് എന്ന ആപ്പിന്റെ പേരിൽ നടന്ന കോടികളുടെ തട്ടിപ്പില് ജയസൂര്യയുടെ 39 ലക്ഷം രൂപയുടെ സ്വത്ത് ഇഡി കണ്ടുകെട്ടിയിരിക്കുകയാണ്. വെറുമൊരു പരസ്യത്തിൽ അഭിനയിച്ചതിന് ഇത്ര വലിയ ശിക്ഷയോ എന്ന് ചിലപ്പോ നമുക്കൊക്കെ തോന്നിപ്പോകാല്ലേ. പക്ഷെ ഇതിന് പിന്നില് വലിയൊരു നിയമവശമുണ്ട്. ഇനി എന്താണ് ഈ ഒരു സേവ് ബോക്സ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഒരു ഡിജിറ്റൽ ലേലമാണ്. ഡിജിറ്റൽ ബിഡിംഗ് എന്നതിനെ പറയും. അതായത് 80,000 രൂപയുടെ ഒരു ഫോണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 5,000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറയും. ഇനി ഇതെങ്ങനെ കിട്ടുമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? 100 പേരുടെ 1000 രൂപ വീതം അടയ്ക്കാൻ ഇവർ പറയും. ആകെ കിട്ടുന്ന 1 ലക്ഷം രൂപയിൽ നിന്ന് ഒരാൾക്ക് ഇവർ ഫോണും കൊടുക്കും. ബാക്കി 20,000 രൂപയും മറ്റ് 99 പേരുടെ നിരാശയുമാണ് ഈ ഒരു കമ്പനിക്ക് ലാഭം എന്ന് പറയുന്നത്. ഇതൊരു ലോട്ടറി പോലെയാണ്. ലൈസൻസ് ഇല്ലാതെ ഇത്തരത്തിലെ പണം പിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇതിന്റെ ഉടമയായിട്ടുള്ള സാത്വിക് റഹീം ഈ രീതിയിലാണ് ഇത്തരത്തിൽ കോടികളാണ് അയാൾ സമ്പാദിച്ചത്. ജയസൂര്യ ഇവിടെ കേവലം ഒരു പരസ്യ മോഡൽ മാത്രമായിരുന്നില്ല. ആപ്പിന്റെ വിശ്വാസ്യത ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം വീഡിയോകളും ചെയ്തിരുന്നു. ഇഡി കണ്ടെത്തിയത് തട്ടിപ്പിലൂടെ കിട്ടിയ ഈ പണത്തിൽ നിന്നാണ് ജയസൂര്യക്ക് പ്രതിഫലം നൽകിയത് എന്നാണ്. നിയമപരമായി ഇതിനെ പറയുകയാണെങ്കിൽ ഇതിനെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് വിളിക്കും. അതായത് ഒരു കുറ്റകൃത്യത്തിൽ നിന്നുണ്ടായ ലാഭം, ആ ലാഭം കൈപ്പറ്റുന്നതും കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും. എന്നാലും ഈ ഒരു പ്രതിസന്ധിയിലാകുന്ന ആദ്യത്തെ താരം ജയസൂര്യ ഒന്നും അല്ല കേട്ടോ. ഇതിനു മുൻപും പലരും ഇത്തരത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. സണ്ണി ലിയോന്റെ കേസ് അറിയാല്, നമ്മുടെ കേരളത്തിൽ അതായത് കൊച്ചിയിലെ ഒരു ഉദ്ഘാടന പരിപാടിക്ക് പണം വാങ്ങിയിട്ട് വന്നില്ല എന്നുള്ള പരാതിയില് സണ്ണി ലിയോണിനെ ഈ ഒരു ക്രൈം ബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത കുറവാണ് അവിടെ ഇത്തരത്തിൽ വില്ലനായത്. അതുപോലെ തന്നെ നമ്മുടെ ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഗോവിന്ദ, അദ്ദേഹം ഒഡീഷ സോളർ ടെക്നോ അലയൻസുമായി ബന്ധപ്പെട്ട് ഈ വിവാദത്തിൽ പെട്ടിരുന്നു. അതായത് ഒഡീഷയിലെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പ് കേസിലെ ഈ ഒരു നടൻ ഗോവിന്ദയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. തട്ടിപ്പ് കമ്പനിയുടെ പ്രൊമോഷൻ വീഡിയോകളിൽ പങ്കെടുത്തതായിരുന്നു കാരണം. അതുപോലെ തന്നെ MS ധോണി ഈ ഒരു അമ്രപാലി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിലുണ്ടായത്. വീട് നിർമ്മാണ കമ്പനി ആയിട്ടുള്ള അമ്രപാലി ഗ്രൂപ്പിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ധോണി. കമ്പനി തട്ടിപ്പ് നടത്തിയപ്പോൾ സുപ്രീം കോടതി വരെ ചോദ്യം ചെയ്തിരുന്നു. ധോണിയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. താരത്തിന്റെ പ്രതിഫലവും മറ്റിടപാടുകളും നിയമ പരിശോധനയ്ക്ക് അന്ന് വിധേയമാക്കിയിരുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ അമിതാഭ് ബച്ചനും ഇത്തരത്തിലെ കുരുക്കിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് മാഗിയിൽ അമിതമായിട്ട് ലെഡ് ഉണ്ടെന്നുള്ള ആരോപണം വന്നപ്പോൾ അത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പരസ്യം ചെയ്ത ബച്ചനെതിരെയും ഈ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ നമ്മുടെ ഈ നിയമം എന്ന് പറയുന്നത് വളരെ കടുപ്പമാണ് കേട്ടോ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഇത്തരം പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന താരങ്ങൾക്ക് പിഴയും വിലക്കും ഒക്കെ ഏർപ്പെടുത്തും. ഞാൻ വെറും ഒരു നടനാണ്, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി ആർക്കും കൈകഴുകാൻ പറ്റില്ല. പരസ്യം ചെയ്യുന്ന ഉൽപ്പന്നം കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ട ആ ഒരു ബാധ്യത ഈ താരങ്ങൾക്കാണുള്ളത്. ജയസൂര്യ ഇവിടെ പറയുന്നുണ്ട് താൻ സത്യസന്ധനായ നികുതിദായകനാണ് എന്നത്. ഒരുപക്ഷെ അദ്ദേഹം ചതിക്കപ്പെട്ടതുമാകാം. എങ്കിലും നിയമത്തിന്റെ കണ്ണിൽ ഈ ഒരു അറിവില്ലായ്മ എന്ന് പറഞ്ഞ് അതിനെ ഒഴിവ് കഴിവൊന്നുമില്ല. അന്വേഷണം പൂർത്തിയാകുമ്പോൾ മാത്രമേ ജയസൂര്യ ഈ പണം തിരികെ നൽകേണ്ടി വരുമോ അതോ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ എന്നുള്ള കാര്യം വ്യക്തമാകും. എന്തായാലും ഈ ഒരു സംഭവത്തെ വെറും ഒരു സാമ്പത്തിക തട്ടിപ്പായി മാത്രം കാണാൻ കഴിയില്ല. ഇതിന് പിന്നിൽ വലിയൊരു സാമൂഹിക മനഃശാസ്ത്രവുമുണ്ട്. എന്തുകൊണ്ടാണ് തട്ടിപ്പുകാർ ജയസൂര്യ പോലെയുള്ള താരത്തെ തന്നെ ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്? ഉത്തരം വളരെ ലളിതമാണ്, വിശ്വാസം. അതായത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരൻ ബാങ്കിൽ പോയി ലോണിന് അപേക്ഷിക്കുമ്പോൾ 100 രേഖകൾ അവർക്ക് ഹാജരാക്കണം. എന്നാൽ അതേ സാധാരണക്കാരൻ തന്റെ സമ്പാദ്യം ഒരു ആപ്പിൽ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നതും ആ പരസ്യത്തിൽ തന്റെ പ്രിയപ്പെട്ട താരം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോഴാണ്. സിനിമയിലെ നായകനെ ജീവിതത്തിലെ നായകനായി കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അവിടെ താരം പറയുന്നത് വെറും വാക്കല്ല, അതൊരു ഉറപ്പാണ്. ആ ഉറപ്പിന്മേലാണ് ഇന്ന് ED അതിലെ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, താരങ്ങളോട്. ലക്ഷങ്ങളും കോടികളും പ്രതിഫലം വാങ്ങി നിങ്ങൾ ഈ ഒരു ബ്രാൻഡിന്റെ മുഖമാകുമ്പോൾ നിങ്ങൾ വിൽക്കുന്നത് നിങ്ങളുടെ അഭിനയമല്ല, മറിച്ച് നിങ്ങളെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ ജീവിതമാണ്. ഞാൻ വെറും ഒരു മോഡൽ മാത്രമാണ് എന്ന് വാദം നിയമത്തിന് മുന്നിൽ നിലനിൽക്കില്ല എന്ന് ഈ ഒരു 39 ലക്ഷത്തിന്റെ കണ്ടുകെട്ടൽ തെളിയിച്ചിരിക്കുന്നു. ഒരു ഉൽപ്പന്നം പ്രൊമോട്ട് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ വേരുകൾ തിരിയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇനി അതുപോലെ തന്നെ ജനങ്ങളോട് പറയാനുള്ളത്, സിനിമയിലെ ഹീറോകൾക്ക് തിരക്കഥയുണ്ട്, ഡ്യൂപ്പുകളുണ്ട്, റീടേക്കുകളുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഇതൊന്നുമില്ല. ഒരു താരം ഒരു സോപ്പ് ഉപയോഗിക്കാൻ പറഞ്ഞാൽ അത് വാങ്ങുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ നിങ്ങളുടെ ജീവിത സമ്പാദ്യം നിക്ഷേപിക്കാൻ ഒരാൾ പറയുമ്പോൾ അത് എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആയാലും കണ്ണടച്ച് വിശ്വസിക്കരുത്. പണം നിക്ഷേപിക്കേണ്ടത് ഇത്തരം താരപ്പകട്ടിലല്ല, മറിച്ച് RBI അംഗീകാരമുള്ള കൃത്യമായിട്ട് രേഖകളുള്ള സ്ഥാപനങ്ങളിലേക്കാണ്. എന്തായാലും ജയസൂര്യ ഇവിടെ പ്രതിപട്ടികയിൽ വന്നത് അദ്ദേഹം കുറ്റക്കാരനായതുകൊണ്ടാണോ അതോ ചതിക്കപ്പെട്ടതാണോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ സമൂഹത്തിന് ഈ കേസ് നൽകുന്ന പാഠം വ്യക്തമാണ്. അമിത ലാഭം വാഗ്ദാനം ചെയ്യുന്ന ഒന്നിനും പിന്നാലെ പോകരുത്. അത് പ്രൊമോട്ട് ചെയ്യുന്ന ആരായാലും ശരി. പണമില്ലെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. ചതിക്കുഴികൾ ഡിജിറ്റൽ രൂപത്തിൽ നമ്മുടെ ഫോണുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ജാഗ്രത മാത്രമാണ് ഏക പോംവഴി എന്ന് പറയുന്നത്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരാൾക്ക് കൂടി ഈ ഒരു അറിവ് ഉപകാരപ്പെടാൻ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.